തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ആറ്റം ബോംബ് പൊട്ടിത്തെറിച്ചാൽ കമ്മീഷൻ ബാക്കിയുണ്ടാവില്ലെന്നും രാഹുലിൻ്റെ പരാമർശം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, നേരത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തോ വലിയൊരു ബോംബ് അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ട് എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണ് എന്ന ആരോപണം, അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്നാണോ രാഹുൽ അവകാശപ്പെടുന്നത്? അനിൽ നമ്പ്യാർ, മുൻപും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടിംഗ് മെഷീനെതിരെയും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസിൻ്റെ കയ്യിൽ ഒരു ആറ്റം ബോംബുണ്ടെന്നും ആ ആറ്റം ബോംബ് പൊട്ടിച്ചാൽ രാജ്യത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതാകും, ബാക്കിയുണ്ടാകില്ല എന്ന പ്രസ്താവനയാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെയെങ്കിൽ ആ ആറ്റം ബോംബ് എന്താണ്, അല്ലെങ്കിൽ ആ തെളിവുകൾ പുറത്തുവിടൂ എന്ന മറുപടിയാണ് BJP രാഹുലിൻ്റെ പ്രസ്താവനയോട് നടത്തിയിട്ടുള്ളത്. രാഹുലിൻ്റെ പ്രസ്താവന പരിശോധിക്കുമ്പോൾ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീർത്തും അധിക്ഷേപിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതും അവരെ അപമാനിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിക്കുകയാണ്. കഴിഞ്ഞ 6 മാസമായി കോൺഗ്രസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ വലിയ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഒരു ആറ്റം ബോംബ് തന്നെയാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത് എന്ന പ്രസ്താവനയുമാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. ഇത്തരം പ്രസ്താവനകൾ നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറേയധികം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഹിമാചൽ പ്രദേശും തെലങ്കാനയും മാറ്റി നിർത്തിയാൽ രാജ്യത്ത് മറ്റ് നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് നേതാക്കൾ 100% ഉറപ്പു പറഞ്ഞിരുന്ന ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 19 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്രയും മറ്റ് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ്, ഇവിടങ്ങളിലെല്ലാം കനത്ത തോൽവി, ദയനീയ പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരുന്നു. അതിനെല്ലാം ശേഷം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടിംഗ് മെഷീനെയും എല്ലാം കുറ്റം പറയുകയും അതിനെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പതിവാണ്. അതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വരെ, രാജ്യത്തെ പരമോന്നത കോടതി വരെ പോയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതും നടപടികളിൽ ചില സുതാര്യതകൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ട്. രഹസ്യമായി വെക്കേണ്ട വിവരങ്ങൾ കമ്മീഷൻ രഹസ്യമായി വെക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന കൃത്യമായിട്ടുള്ള നിരീക്ഷണം അന്ന് സുപ്രീം കോടതി നടത്തിയിരുന്നു. എന്നിട്ടും മതിയാവാതെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്നും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ തെളിവ്, ആറ്റം ബോംബ് കയ്യിലുണ്ട് എന്ന പ്രസ്താവന രാഹുൽ നടത്തിയിട്ടുള്ളതൊപ്പം ഉദ്യോഗസ്ഥരെ കാണിച്ചു തരാമെന്ന ഭീഷണിയും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അനിൽ നമ്പ്യാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണ്, കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ആറ്റം ബോംബ് പൊട്ടിത്തെറിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ലെന്നും രാഹുലിൻ്റെ വിരട്ടൽ. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.